ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന നമുക്കൊക്കെ പെട്ടെന്ന് ത്രൂ ഔട്ട് ക്യാരക്ടർ കിട്ടണമെന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടാവും. അതും ഇത്രയും വലിയൊരു പ്രൊഫഷൻ കളഞ്ഞ് കൊച്ചിയിലെത്തി ഇത്രയും തെണ്ടിത്തിരിഞ്ഞ ആളുകളോടൊക്കെ ഇങ്ങനെ ചോദിച്ച് നടന്ന് ലാസ്റ്റ് നമ്മുടെ കയ്യിലേക്ക് ഒരു പ്രോമിനന്റ് റോൾ എത്താൻ പോവാണ്. ആ ടൈമിലുള്ള ഒരു ഹാപ്പിനെസ് എങ്ങനെ ഉണ്ടായിരുന്നു? അഭിലാഷേട്ടനെ ഞാൻ ഇതേപോലെ നൈറ്റ് ഡ്രൈവ് കണ്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് മെസ്സേജ് ചെയ്യുന്നത്. നൈറ്റ് ഡ്രൈവ് കണ്ടിട്ട് ഞാനിങ്ങനെ അഭിലാഷേട്ടനോട് ഒരു പെർട്ടിക്കുലർലി സിനിമയിലുള്ള ഒരു സാധനം ഞാൻ ചോദിച്ചതാണ്. ഇത് അഭിലാഷേട്ടൻ എന്തായിരുന്നു ഉദ്ദേശിച്ചത്? എനിക്ക് പുള്ളിയെ പരിചയമൊന്നുമില്ലായിരുന്നു. അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളി അത് നീ നോട്ടീസ് ചെയ്തൂലേ, അത് ഇങ്ങനെയാണ് പരിപാടി ആയിരുന്നു എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ ചേട്ടാ എൻ്റെ പേര് ഇങ്ങനെ ഭാഷിത് എന്നാണ്. ഇവിടെ നിൻ്റെ വീഡിയോ 3-4 എൻ്റെ ഗാലറി കിടക്കുന്നുണ്ട്. ലോക്ക്ഡൗൺ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റർടൈൻഡ് ആയത് നിൻ്റെ വീഡിയോസ് കണ്ടിട്ടാണ്. ഗാലറിയിലുണ്ട് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ബൂസ്റ്റായി. അങ്ങനെ ഉണ്ടായൊരു ബന്ധമാണത്. ഇങ്ങനെ സംസാരിക്കും വല്ലപ്പോഴൊക്കെ. പിന്നെ ഈ ആനന്ദ് ശ്രീബാല പ്ലാൻ ചെയ്യാൻ, ആനന്ദ് ശ്രീബാല അല്ലായിരുന്നു ശരിക്കും, അത് വേറൊരു പ്രൊജക്റ്റ് ആയിരുന്നു ആദ്യം. അപ്പോൾ അത് പ്ലാൻ ചെയ്യുമ്പോൾ അഭിലാഷൻ എന്നെ വിളിച്ചതാണ്. എൻ്റെ ഭാഷിത ഞാനൊരു പടം ചെയ്യാൻ തുടങ്ങുന്നുണ്ട്, നിനക്ക് ഞാനൊരു നല്ല ക്യാരക്ടർ വരാം. താങ്ക് യു സോ മച്ച്. അപ്പം എന്നോട് പറഞ്ഞു, പക്ഷെ നീ ത്രൂ ഔട്ട് കൂടെ നിൽക്കണം, വെറുതെ വന്ന് അഭിനയിച്ചു പോവല്ല. ഒരാൾ, ഒരു റൈറ്റർ, ഒരു ഡയറക്ടർ ഇരുന്നിട്ട് എന്നോട് അവരുടെ ഒരു സബ്ജക്റ്റിന്റെ കഥ പറയുന്നു. ഭാഷിതിന് എന്ത് തോന്നുന്നു ഈ കഥ കേട്ടിട്ട്? കാരണം അത് എന്തുകൊണ്ട് അഭിലാഷേട്ടൻ എന്നോട് ഇന്നും പറയും, നിനക്ക് കഥ എഴുതാനുള്ള കഴിവുണ്ട്, നിന്റെ റീൽസ് കണ്ടാൽ എനിക്കറിയാം, അതുകൊണ്ട് നിന്റെ ഒപ്പീനിയൻ നല്ലതായിരിക്കുന്നു തോന്നി, അതുകൊണ്ട് നിന്റെ ഒരു സജഷൻ എടുക്കാൻ വേണ്ടി. അഭിലാഷേട്ടൻ പറയുമ്പോൾ പറ്റിയ കോമഡി പറയും, ലോ ക്ലാസിന്റെ വത്സര നിന്നോട് ചോദിച്ചതാണ്. പക്ഷേ അതെനിക്ക് ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആയിരുന്നു. അപ്പൊ അന്ന് വിഷ്ണുവേട്ടൻ അങ്ങനെ പറഞ്ഞു സംസാരിച്ചു. അങ്ങനെയാണ് ആനന്ദ് ശ്രീബാലന്റെ ഭാഗമാണ്.